Krishna's color key. Let's talk, let's chat, and let's enjoy. ഹലോ, എല്ലാവർക്കും സ്വാഗതം കൃഷ്ണാസ് കൊളീഗിലേക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു നിർത്തിയതിൽ തന്നെ തുടങ്ങാമെന്ന് എനിക്ക് തോന്നി. റോയുടെ കേസ് തന്നെ, ഡോക്ടർ CJ റോയുടെ കേസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ്, പുള്ളിയുടെ കേസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ, ക്രിസ്റ്റൽ ഗ്രൂപ്പിനെ ഇതാക്കിയിട്ടാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് വന്നത്. നമ്മൾ പിന്നെയും പറഞ്ഞ് പുള്ളിക്ക് കിട്ടാനുള്ള ശിക്ഷയൊന്നും കുറയ്ക്കണമെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന് ശരിക്കും പറഞ്ഞാൽ എന്താണ് ആവശ്യമുള്ളത്? നമുക്കിപ്പോൾ ഒരു കാർ വേണമായിരിക്കാം, ഒരു താമസിക്കാൻ ഒരു നല്ല സ്ഥലം വേണമായിരിക്കും. പക്ഷെ 12 റോൾസ് റോയ്സും ബുഗാട്ടിയും 50 കാറൊക്കെ എന്തിനാണ് ഒരു മനുഷ്യന്, അല്ലേ? അപ്പം അവനവൻ്റെ ഒരു നമ്മൾ അധ്വാനത്തിൽ നിന്നുണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയൊക്കെ നമ്മൾ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഇവിടെ യൂസഫലിക്ക ഉണ്ട്. യൂസഫലിക്കൊക്കെ എത്ര കാറുണ്ട് എന്ന് നമ്മൾ റോൾസ് റോയ്സിന് എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. കാര്യം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല, ഇങ്ങനെ അത്ര ലാവിഷായിട്ട് പുള്ളി ജീവിക്കുന്നതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ആൾക്ക് ഇവിടുന്ന് നല്ലൊരു വില്ല കൊടുത്തിട്ടുണ്ട് താമസിക്കാനായിട്ട്, കൊട്ടാരം കണക്കുള്ള വില്ല ഇവിടുത്തെ ഗവൺമെൻറ് കൊടുത്താണ് താമസിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. അല്ലാതെ അതേപോലെ അത് പോസ്റ്റായിട്ട് ഇവിടെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അറിഞ്ഞിട്ടുമില്ല ആരെങ്കിലും പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതായത് നമ്മൾ സെൽഫ് അധ്വാനിച്ച്, ഇപ്പം യൂസഫലിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി സെൽഫ് അധ്വാനിച്ചിട്ടാണ്, ഞാൻ പറയുന്നത് തന്നെ നമ്മുടെ ലുലു ഗ്രൂപ്പിൻ്റെ MDയുടെ കാര്യമാണ് പറയുന്നത്. അപ്പം അദ്ദേഹം ഒത്തിരി സെൽഫായിട്ട് വർക്ക് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്ത് എന്താ പറയുക ഒരു സാമ്രാജ്യമാക്കി കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനെയല്ല ചിലർ പറ്റിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് ആക്ച്വലി എന്നും ഒരുപോലെ, അവർക്ക് അതിനുള്ള മനക്കെട്ടിയില്ല. ഇപ്പം നാളെ ഇവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു മനക്കെട്ടി അവർക്ക് ലോസ്റ്റായി പോവുകയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ റീസൺ, മരിക്കാനുള്ള മെയിൻ റീസൺ. അതിപ്പം സെൽഫായിട്ട് മരിച്ചായാലും ആരെങ്കിലും കൊന്നാലും, ഞാൻ സെൽഫാന്നാണ് പറയുന്നത്, നമുക്ക് മർഡറാണെന്നുള്ളതൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം അതുപോലെ ഇതിപ്പോൾ CJ റോയ്ക്ക് 6 മാസമായിട്ട് ഒരു മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും ഇങ്ങനെ പറഞ്ഞ് കേൾക്കുന്നു പല മീഡിയയിൽ നിന്നും. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ അവർ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈല് സ്വീകരിച്ച് അങ്ങനെ ജീവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു പാവപ്പെട്ടവനായിട്ട് ജീവിക്കാനൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കണം മരിക്കുന്നത്. ഇപ്പം നമ്മൾ സത്യസന്ധമായാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഭയക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭയം, പിന്നെ പഴയ കാലവും കൂടെ ചിന്തിക്കുന്നുണ്ടോ, പണ്ട് ആരെയൊക്കെ പറ്റിച്ചിട്ടാണ് ഈ ലെവൽ എത്തിയെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇപ്പോൾ എൻ്റെ കേസ് ഞാൻ പറഞ്ഞു ഇതുപോലെ തന്നെ, ഇത് ഒരു പ്രാവശ്യമല്ല, ഇതിപ്പോൾ ഒരു രതി മാത്രമല്ല, പിന്നീടും പല രതിമാരും എൻ്റെ ഓഫീസിൽ ഇതുപോലെ സ്വന്തമാക്കണം എന്നുള്ളതും അവർ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് എന്നെ പുറത്താക്കാൻ വേണ്ടി ഒരു കളി കളിച്ചതും ഒക്കെ ഭയങ്കരമായൊരു സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് ഈ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ട് തന്നെ ചെയ്യണം. നമ്മൾ സ്റ്റാഫുകളെ വെക്കുമ്പോഴും ഒരുപാട് ചിന്തിക്കണം, ആരെ വെക്കണം, ആരെ നമ്മുടെ കൂടെ നിർത്താൻ പറ്റും, ആരെ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഒന്ന് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ ലാവിഷ്നെസ്, നമ്മളൊക്കെ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും ഇതെടുത്തിട്ട് എങ്ങനെ മറ്റൊരാളെ സഹായിക്കാം എന്നായിരിക്കും ചിന്തിക്കുക. പക്ഷേ എന്താ പറയുക, മറ്റൊരാളുടെ കയ്യിൽ നിന്നും പൈസ കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ എന്താ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ ലാവിഷായിട്ട് ജീവിക്കാം, ആർഭാടകരമായിട്ട് ജീവിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആർഭാട ജീവിതത്തെക്കുറിച്ച് തന്നെ ആവാം സംസാരം. അതായത് റോയുടെ, ഞാൻ പറഞ്ഞല്ലോ 50 കാറുമായിട്ട് ജീവിക്കുന്നതും, എന്തായാലും ഒരു കാറിലേ നമ്മൾ പോകത്തുള്ളൂ, ഒരു പ്രാവശ്യം ഒരു കാറിലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെയും നമുക്ക് രാവിലെ എഴുന്നിട്ട് നമ്മൾ 3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ ഡ്രസ് ചേഞ്ച് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ രാവിലെ ഒരു കാർ, ഉച്ചയ്ക്ക് ഒരു കാറും വൈകിട്ടൊരു കാറും എന്നൊക്കെ പോകാൻ തന്നെ ഭയങ്കര അതിശയകരമായ രീതിയാണ്. പക്ഷേ ഇതാണ് വേറൊരാളുടെ പൈസ കൊണ്ട് ജീവിക്കാനല്ലേ. ഒത്തിരി പേര് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ പൈസ മറ്റൊരാളുടെ പൈസയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളത് യൂസ് ചെയ്യില്ല. പക്ഷെ ഇത് ഉപയോഗിച്ച് ജീവിച്ച ആഡംബര ജീവിതം 20 കൊല്ലം അയാൾ ഹാപ്പി ആയിട്ട് ജീവിച്ചു എന്ന് ഓർക്കുമ്പോൾ സത്യം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അതായിരുന്നു നല്ലതെന്ന് ചിന്തിക്കുകയല്ലേ. അല്ല, അങ്ങനെയല്ല. നമ്മൾ മറ്റൊരാളുടെ പൈസ എടുത്ത് ജീവിക്കാതിരിക്കാൻ നോക്കുക. ആഡംബരവും ആർഭാടവും ഒക്കെ ഇതിൽ വന്നപ്പോൾ ഞാൻ പറയുന്നത്, രതിയുടെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ എനിക്ക് നമ്മൾക്ക് കമ്പനി വേറെ 4-5 കമ്പനീസ് ഉണ്ട്, അതിൽ ഞാൻ കോ പാർട്ട്ണറാണ്. അപ്പോൾ എനിക്ക് ചില സമയത്ത് കമ്പനിയുടെ വണ്ടി വരും എന്നെ ഒന്ന് കൊണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് കാറിലായിരിക്കും ചിലപ്പോൾ വരുന്നത്, ചിലപ്പോൾ ഞാൻ ടാക്സി പിടിച്ചും പോവും നമ്മുടെ സ്ഥാപനത്തിലേക്ക്. അപ്പം ഈ രതിയായിട്ട് സംസാരിക്കുമ്പോൾ രതിയെ പറഞ്ഞു വിടുന്ന സമയത്ത് രതി പറഞ്ഞൊരു ഡയലോഗുണ്ട്, എന്തത് നിങ്ങൾക്ക് കാറുണ്ട്, പെട്ടെന്ന് കയറി വരാനും, ഞങ്ങൾക്ക് കാറൊന്നുമില്ല, അപ്പം ഞാനെന്താ മാനേജർക്ക് കാർ കൊടുക്കണം എന്നാണ് ഈ പറയുന്നത്, ഞാൻ തന്നെ ചിലപ്പോൾ ടാക്സിയിലോ നടന്നൊക്കെയാണ് വരുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചിന്താഗതിയാണ് മനുഷ്യരെ എങ്ങനെ ആർഭാടത്തിൽ ജീവിക്കണം എന്നുള്ള എപ്പോഴും മനുഷ്യൻ്റെ ചിന്താഗതി. അപ്പം ഈ പുള്ളിക്കാർത്തിയുടെ കാര്യം പറഞ്ഞപ്പോൾ
എനിക്ക് ഓർമ്മ വന്നത് തന്നെ അവരുടെ ഹസ്ബൻഡ് എന്താന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ പറ്റിച്ചിട്ട്, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അവരുടെ ജോലി പോയത് എങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ പുള്ളിയുടെ ഹസ്ബൻഡ് സ്റ്റോർ കീപ്പറായിരുന്നു. അപ്പോൾ 4 സ്റ്റോർ കീപ്പേഴ്സ് ഉണ്ട്, അതും പ്ലസ് അവിടുത്തെ ഒരു മാനേജറിനെ. അങ്ങനെ 4-5 പേര് ചേർന്നിട്ട് ഇവിടുത്തെ ഒരു വലിയൊരു കമ്പനിയാണ്, DJ എന്ന് തുടങ്ങും. അതിൻ്റെ ബാക്കി ഞാൻ പറയുന്നില്ല. ഇപ്പോഴും നല്ലതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിലാണ് വർക്ക് ചെയ്തത്. അവിടെ മില്യൺസിൻ്റെ ഒരു കളവ് നടത്തി മറ്റൊരു കമ്പനിയിലേക്ക് മറിച്ച് വിറ്റ്, അപ്പോൾ ആ മില്യൺസ് അവസാനം അവർക്ക് ആ മില്യൺസ് കിട്ടുന്നുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി പൈസ പെട്ടെന്ന് കുറേ ഉണ്ടാവും. കുറേ ഉണ്ടായതിന് ശേഷം ഇവരൊരു വീട് വെക്കലും പിന്നെ ഈ ലേഡിയുടെ ഡ്രസ് ചേഞ്ചൊക്കെ ഉണ്ടായി. ഐ മീൻ ഡ്രസ് ചേഞ്ച് മീൻസ് മേക്ക് ഓവറായി. പല നടിമാരും സിനിമാ നടിമാർ നാഷണൽ അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ പെട്ടെന്നൊരു മേക്ക് ഓവർ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്ന പോലെ മൊത്തത്തിലൊരു ചേഞ്ച്, തല മുതൽ കാല് വരെ ഒരു ചേഞ്ച്, ഭയങ്കര അടിപൊളി ഫാഷനബിൾ ഡ്രസ്സ് അങ്ങനെ. അപ്പം ഞാൻ ചോദിച്ചു, ഓർണമെൻറ്റ്സും ഒക്കെ ഇട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ എവിടെ നിന്നാന്ന് ചോദിച്ചു. അപ്പം രതി എന്നോട് പറഞ്ഞ ഡയലോഗാണ്, നിങ്ങളെന്താ വിചാരിച്ചത്, നിങ്ങൾ തരുന്ന ഇത്ര രൂപയ്ക്കാണോ ഞാൻ ഇവിടെ സാലറിയിലാണ് ജീവിക്കുന്നത് വിചാരിച്ചോ? നോട്ട് ദ പോയിന്റ്. അപ്പം തന്നെ എനിക്ക് കത്തി, ഇവർക്ക് വേറെ എവിടെ നിന്നോ വരുമാനം വരുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു, എന്നാൽ നിങ്ങളുടെ ഇത് ലാസ്റ്റ് സാലറിയാണ്, അടുത്ത മാസം നിങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ നമ്മുടെ സ്ഥാപനത്തിൽ. കാര്യം ഇത്രയും വലിയൊരു സാലറി കൊടുത്തിട്ട്, നമ്മൾക്ക് പറ്റാവുന്ന രീതിയിൽ നല്ലൊരു വലിയ സാലറി കൊടുത്തിട്ട് ഈ സാലറിയിലല്ല അവർ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ സാലറി വേണ്ട എന്നുള്ളതല്ലേ. പക്ഷെ എന്നാലോ നമ്മുടെ സ്ഥാപനം അവർക്ക് വേണം, സാലറി വേണ്ടെങ്കിലും സ്ഥാപനം അവർക്ക് വേണം, അതാണ് അവരുടെ ലക്ഷ്യം. അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്ന ടോക്സൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഇവർ വരുന്ന എന്താ പറയുക, നമ്മളെ അടിച്ചു മാറ്റി കൊണ്ടുപോകാനും ആഡംബരത്തിൽ ജീവിക്കാനും വേണ്ടിയാണ്. അപ്പോൾ അത് അവരുടെ ലക്ഷ്യമാണ്, ആഡംബരത്തിൽ ജീവിക്കുക എന്നുള്ളത്. അതിന് അവർ ഏത് തലം വരെ പോകാനും റെഡിയാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആണെങ്കിൽ നമ്മൾ ഒരുപാടൊന്നും ആഡംബരം കാണിക്കില്ല ആരോടും. കഴിവതും നമ്മൾ ഉള്ളത് വെച്ച് ജീവിച്ചു പോകാനേ നോക്കത്തുള്ളൂ. കാര്യം സേവ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാഫുകൾക്ക് എങ്ങനെ പ്രോപ്പറായിട്ട് സാലറി കൊടുക്കണമെന്ന് നമ്മൾ ചിന്തിക്കത്തുള്ളൂ. അപ്പം ഇതുകൊണ്ടാണ് ആഡംബരം നമ്മൾ ഒഴിവാക്കണം എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ അധ്വാനിക്കുന്ന പൈസ എങ്ങനെ ചിലവാക്കണം നമുക്ക് ചിന്തിക്കാം. പക്ഷെ ബിസിനസ് ആകുമ്പോൾ നമ്മൾ ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മൂക്ക് കുത്തി താഴെ വീഴും. അപ്പോൾ ബിസിനസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, നമ്മൾ ആഡംബരമല്ല അവിടെ വേണ്ട, ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഓക്കെ, ബൈ ബൈ. Krishna's color key. Let's talk, let's chat, and let's enjoy.